ഇന്ന് നമ്മൾ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓണൊക്കെ ഇങ്ങെത്തില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ അല്ലെങ്കിൽ ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ നല്ല രുചിയിൽ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇടാം. അപ്പോൾ ഇതവിടെ വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ വേറൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനിതാ ജീരകശാല അരി ഉണ്ടല്ലോ, നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന കയമ റൈസ്, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതാ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ചവ്വരി കൂടെ കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുക്കറിൽ ഒരു 2 വിസിൽ വരുത്തിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ ഇത് വെച്ചതുകൊണ്ട് ഞാൻ വേറെ കുക്കർ എടുത്തിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ അങ്ങ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റ് ഇട്ട് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ക്യാരറ്റ് വേവിച്ച ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ നമ്മുടെ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു അരിയും അതുപോലെ ചവരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ഒരുപാട് നല്ല പേസ്റ്റ് പോലെ ആവേണ്ട, ചെറിയൊരു കഷ്ണങ്ങളായിട്ട് ഉള്ള ആ ഒരു രീതിയിലൊന്നങ്ങ് ഉടച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് ഉരുകി വരുന്നതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കണം. അതൊന്ന് പകുതി മൂപ്പായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ഈ ഒരു കളറായിട്ട് വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയി ഒന്ന് നെയ്യിൽ കിടന്നിട്ട് ഒന്നങ്ങ് വെന്ത് വരണം കേട്ടോ. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. 1 മിനിറ്റൊക്കെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ചവ്വരിയും അതുപോലെ കയമ റൈസും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 8-10 സെക്കൻഡ് ഒന്നങ്ങ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.